പച്ച മാംസത്തോടെ നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല വസൗമുൻ സുമ്മ ഹജ്ജുൻ കുല്ലാമിൻ യജൂസു അലൈഹി ബല്ലാ യസ്തഹീലു. വിശാലമായൊരു ബൈത്താണ്. അങ്ങനെ ഹജ്ജിനും നമ്മോടൊപ്പമുണ്ട്, എല്ലാ വിഷയങ്ങളിലും നമ്മോടൊപ്പമുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ഫഇൻകാനത്ത് സലാത്തൻ ഫഇൻകാനത്ത് സലാഹൻ ഖാമ യദഉ ഇലൽ മൗലാ വയസ്മഉ മാ യഖൂലു. മദീന മുനവ്വറയിലെ രാജകുമാരൻ ഈ സരസ് കാണുമ്പോ, ഈ സരസിൽ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും സലാത്ത് ചൊല്ലുന്നത് ഹബീബിന്റെ റൗദയുമായി ലയിച്ച ആത്മബന്ധം പ്രവാചക പരിശ്രേഷ്ഠരുടെ തിരുസരസിലേക്ക് കാണിക്കപ്പെടുന്ന നിമിഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ യദഉ, ഈ സമുദായത്തിന് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുകയാ, അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയാ, അല്ലാഹു അവിടുത്തെ റെക്കമെൻഡ് സ്വീകരിക്കുകയാ. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറായ പോലെ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണെന്ന് പഠിപ്പിച്ച പ്രവാചക പരിശ്രേഷ്ഠർ നമ്മൾ ചെയ്യുന്ന സുഹൃത്തങ്ങൾ കാണുമ്പോ, നമ്മുടെ ഈ മജ്ലിസ് കാണുമ്പോ, ഈ ഒരുമിച്ച് കൂടലുകൾ കാണുമ്പോ, റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് ഇത് രേഖപ്പെടുത്തുമ്പോ, ഹബീബ് ഇത് കണ്ട് സന്തോഷിക്കുമ്പോ, ആ സന്തോഷത്തിന്റെ പ്രകടനമെന്ന നിലയിൽ അല്ലാഹുവിനോട് റസൂൽ റെക്കമെൻഡ് ചെയ്യുമ്പോ നാം എത്ര ഭാഗ്യവാന്മാരാ, എത്ര ഭാഗ്യവാന്മാരാ. ഈ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ് അല്ലാഹു മൂമിനീങ്ങളെ വിളിക്കുകയാ. ആരാണ് മൂമിനെന്ന് ഹബീബ് പറയട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാ. ആരാ മൂമിൻ? ഹബീബ് പറയട്ടെ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം ബാപ്പയേക്കാൾ, സ്വന്തം ഉമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന മറ്റെല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ ഹബീബ് അവരുടെ ഹൃദയാഗതാരിൽ ആ ഹബീബുമായുള്ള സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ആർദ്രതമായവരാ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാ. സ്വന്തം ഭാര്യയേക്കാൾ, സ്വന്തം മാതാവിനേക്കാൾ, സ്വന്തം പിതാവിനേക്കാൾ താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പ്രാധാന്യം കൊടുത്തവരാ. ഹൃദയാഗതാരിൽ ആർദ്രതമായ സ്നേഹത്തിന്റെ അരുണനുരണങ്ങൾ സൃഷ്ടിച്ചവരാ. അവരാണ് മോമിനെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ മോമിനീങ്ങളെ അല്ലാഹു വിളിക്കുകയാ. നിങ്ങൾക്ക് മാത്രമേ ഈ സ്നേഹ പ്രകടനം നടത്താൻ പറ്റുകയുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. ഹബീബിനെ സ്നേഹിച്ചവരാരാ? ഹബീബിനെ സ്നേഹിക്കുന്നവരാരാ? യഥാർത്ഥ മോമിനാണ്. അല്ലാത്തവർ സ്കെയിലുമായി വരുന്നതാ. എത്രത്തോളമാ സലാത്ത് ചെല്ലേണ്ടത്, എവിടെ വെച്ചാ സലാത്ത് ചെല്ലേണ്ടത്, ഒരു നിശ്ചിത അളവ് കോലുകൾ അവർ അളക്കുകയാ. എവിടെ വെച്ച് സലാത്ത് ചെല്ലിയാലാ പറ്റുക, അല്ലെങ്കിൽ എത്ര സലാത്തുകളാ ചെല്ലുക. കൂടുതൽ സലാത്ത് അങ്ങ് ചെല്ലിയാൽ, കൂടുതൽ സ്നേഹിച്ചാൽ അത് ആരാധനയാകുമ്പോ ആരാധനയും ആദരവും തിരിച്ചറിയാത്ത ഒരു ലോകത്തുള്ള ചില വിഡ്ഢികളുടേതായ ആ ജൽപ്പന്നങ്ങൾക്ക് കടുത്ത മറുപടിയാണ് വിശുദ്ധ ഖുർആൻ. ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ഹബീബിന്റെ പേരിൽ നിങ്ങൾ സലാത്ത് ചെല്ലണേ മുഅ്മിനീങ്ങളെ. വേറൊരു വിഭാഗത്തിനോട് അല്ലാഹു ആവശ്യപ്പെടുന്നില്ല, വേറൊരു വിഭാഗം എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു ചോദിക്കുന്നില്ല. മുഅ്മിനീങ്ങളോടാണ് അല്ലാഹു പറയുന്നത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ഹബീബിന്റെ പേരിൽ നിങ്ങൾ സലാത്ത് ചെല്ലണം. ആ സലാത്ത് ചെല്ലുമ്പോ ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ സലാത്ത് ചെല്ലിയിട്ട് ഹബീബിന്റെ സ്ഥാനം ഉയരാനല്ല, നിങ്ങൾ സലാത്ത് ചെല്ലിയിട്ട് ഹബീബിന്റെ സ്ഥാനം ഉയരാനല്ല ഈ സലാത്ത് എല്ലാം പറഞ്ഞു.
നിങ്ങൾ ഈ ദൗത്യമേൽപ്പിച്ചത്. നിങ്ങളൊക്കെ സലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ മഹോന്നതമായ ആ സ്ഥാനത്തിന്റെ നിറപ്പകിട്ട് വർദ്ധിക്കാനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണനായ, സംശുദ്ധനായ, പരിപൂർണനായ, മഹത്വത്തിന്റെ ഉന്നതമായ ഏറ്റവും വലിയ ഔന്നത്യത്തിൽ നിലകൊള്ളുന്ന ആ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നിങ്ങൾക്ക് നേട്ടം കരഗതമാക്കാനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന രക്ഷപ്പെടേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾ